ഗുഡ് ഈവനിങ് എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇത്രയും ബീഫുണ്ട്. അത് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെന്ത ഇറച്ചിയുടെ കറിക്ക് ഉണ്ണ ഇറച്ചിയുടെ കുറച്ചെടുത്തതാണ് കേട്ടോ. ഇത്രയും ബീഫ്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് 3 അത് വേവിച്ച് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്. അത് ഈ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫിലും ഉരുളക്കിഴങ്ങിലും ഉപ്പും മഞ്ഞളും ചേർത്തേണ്ടതാണ്. ഇത് 2 ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 2-3 ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വേപ്പില. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് കൂട്ടിയിലിട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഇതും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. സവോളയിലേക്കും ഇതിനൊക്കെ മാത്രമുള്ള ഉപ്പ് മതി. അത് ഇത്രയും ഉപ്പ്. മഞ്ഞളും ഇട്ടേക്കണതാണ്, കുറച്ച് മഞ്ഞൾ. മസാല കുരുമുളക് പൊടി 1 ടീസ്പൂണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ബ്രെഡ് പൊടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അത് ഈ പൊടി കുറച്ച് ഈ കൂട്ടിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. അധികം ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂട്ട് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയായ ബീഫ് റോളാണ് ഇട്ട് ഉണ്ടാക്കണേ. ബീഫും ഒക്കെ ഇട്ടെങ്കിലും എന്താണ് ഉണ്ടാക്കണതെന്ന് ഞാൻ പറഞ്ഞില്ല. ബീഫ് റോളാണ് ഉണ്ടാക്കണേ. കൂട്ട് റെഡി ആയിട്ടുണ്ട്. ബീഫ് റോള് മുക്കി പൊരിക്കാനായിട്ട് ഞാൻ ഒരു മുട്ട, കുറച്ച് മൈദപ്പൊടി ഇട്ട് അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. മുട്ട തന്നെയല്ല ഞാൻ മുക്കണത്, മൈദപ്പൊടി ഇട്ടിട്ടാണ്. മുട്ട തന്നെ ആയാലും മുക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തേക്കണം. കുറച്ച് ലൂസിലെടുക്കണം. ബീഫ് റോള് ഞാൻ ഇതുപോലെയാണ് കേട്ടോ റോൾ ചെയ്ത് വെച്ചേക്കണേ. ഇത് ഞാൻ മൈദയും മുട്ടയും കൂടിയുള്ള മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് ബ്രെഡ് പൊടിയിലേക്ക് ഇടാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക.
ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ബീഫ് റോള് ചെയ്ത് ബ്രെഡിലും മൈദയിലും മുട്ടയിലും മുക്കി ഇട്ട് ബ്രെഡ് പൊടിയിൽ മുക്കി വെച്ചേക്കണത്. അത് ഞാൻ 4 എണ്ണം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഓണാക്കാൻ മറന്നുപോയി. ഓണാക്കിയെന്ന് വിചാരിച്ചു മറന്നു. ഇത് ഒരു വശം ഒന്ന് മുരിഞ്ഞിട്ട് മറിച്ചിടാം. ബീഫ് റോള് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇങ്ങോട്ടായിക്കോട്ടെ. ഒന്നുകൂടെ അങ്ങോട്ട് മരിഞ്ഞോട്ടെ. ബീഫ് റോൾ ഇതുപോലെയാണ് കേട്ടോ പൊരിച്ചെടുത്തേക്കണേ. ഇതുമായിട്ടുണ്ട്. ഇത് ഞാൻ കോരാണ്. ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കട്ടെ. അടിപൊളി ടേസ്റ്റിൽ കിടിലൻ ബീഫ് റോള് റെഡി ആയിട്ടുണ്ട് മക്കളെ. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ വിശപ്പ് മാറാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. കാണുന്നവർ കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയണു. നിങ്ങളുടെ ഇഷ്ടം എല്ലാം. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ റെസിപ്പികളും വീഡിയോകളൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാണുന്നവർ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. അതിനുള്ള മനസ്സ് കാണിക്കണേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്. കിടിലൻ ബീഫ് റോളാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ബീഫ് റോള്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ, വീഡിയോ റെസിപ്പിയൊക്കെ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.